അച്ഛാ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുഴപ്പം മുഴുവനെന്ന് പറയും. പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നമൊക്കെ കൂടിയെന്ന് പറയും അല്ലേ. അതിനൊരു കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത്, നമ്മൾ പറയില്ലേ ഈ കടൽ നെൽക്കൂട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കടൽ നെൽക്കൂട്, വലിയ കടന്നൽക്കൂട്, ഈ ദേവാലയങ്ങളുടെയൊക്കെ സൈഡിലൊക്കെ നല്ല വലിയ കടന്നൽക്കൂട് കാണും, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്, വലിയ ഇതിലൊക്കെ അള്ളിപ്പിടിച്ച് കിടക്കുന്നതാണ്. ഇങ്ങനെ ഭയങ്കര വലുതായിട്ട് തേനീച്ചക്കൂടും കടന്നൽക്കൂടൊക്കെ കാണാൻ പറ്റും. ഈ കടന്നൽക്കൂട്ടിൽ അത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അതവൻ അങ്ങനെ ഇരുന്നോളും, ആരെയും നമ്മളൊന്നും തൊടുകയല്ല അല്ലേ. നിങ്ങൾ അതിനകത്തേക്ക് ഒരു കല്ലെറിഞ്ഞ് നോക്കിക്കേ, എന്ത് സംഭവിക്കും? കല്ലെറിഞ്ഞിട്ട് അവിടെ നിൽക്കാൻ പറ്റിയല്ല അല്ലേ. എറിയുന്നതിന് സ്പീഡിൽ നമ്മൾ ഓടേണ്ടി വരും. എന്നാലും ഇവന്മാരെ നമ്മൾ ഓടിച്ചിട്ട്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ സെമിനാരി കാലഘട്ടം ആരംഭിച്ച കാലങ്ങളിൽ ഫസ്റ്റ് ഇയർ ബാംഗ്ലൂരായിരുന്നു. ആദ്യകാലം സ്റ്റാർട്ട് ചെയ്ത് തന്നെ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ നാട്ടിൽ എറണാകുളംകാരനാണ്, നമുക്ക് അവിടെയൊക്കെ എല്ലാവർക്കും 5 സെൻറ്റ് 3 സെൻറ്റ് 7 സെൻറ്റ് 10 സെൻറ്റൊക്കെയാണ് മാക്സിമം ഉള്ളത്. അപ്പം അതിനകത്ത് നമ്മൾ വലിയ കിളയ്ക്കാനും പിടിക്കാനൊന്നും പോകണ്ട, ഇച്ചിരി മിറ്റം ഉണ്ടാവും, അതടിക്കും, അതാണ് നമുക്കുള്ള ആകെ പണി. അതിനകത്ത് അപ്പുറത്തേക്ക് വലിയ ഭാരിച്ച പണിയൊന്നും വീട്ടിലില്ല, മിറ്റം അടിക്കാന്നുള്ള പണിയേ വീട്ടിലുള്ളൂ. ചേട്ടൻ പാത്രം കഴുകും, ചേട്ടൻ തുണി അലക്കും, അനിയൻ പാത്രം കഴുകും. ഞങ്ങൾ 3 ആൺമക്കളായതുകൊണ്ട് അങ്ങനെ ചില പണികളൊക്കെ വീതിച്ച് തന്നിട്ടുണ്ട്. വീട്ടിലെ പണികളൊക്കെ നമ്മൾ വീതിച്ച് കൊടുക്കണം കേട്ടോ. മക്കൾക്കൊക്കെ എന്തേലൊക്കെ പണി കൊടുക്കണം. ഒരു പണിയില്ലാത്തത് കൊണ്ടാണ് ഇവന്മാരെല്ലാം നമുക്ക് പണിതുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മക്കൾക്കൊക്കെ എന്തേലൊക്കെ പണി കൊടുക്കണം, വീട്ടിൽ എന്തേലും പണി ഏൽപ്പിക്കണം. എല്ലാ ദിവസവും ചെയ്യേണ്ട എന്തേലും പരിപാടി ഇവന്മാരെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ വെറുതെ ഒരു പണിയില്ലാതെ ഇരുന്നിരുന്നിരുന്ന് സകല പണിയും കെണിയും നമുക്കെതിരെ ഒരുങ്ങും. ഇപ്പം ഞങ്ങൾക്കിങ്ങനെ, ഞങ്ങൾ 3 ആൺമക്കളായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേക പണിയുടെ വിഭജനങ്ങളുണ്ട്. അതിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കും, മിറ്റം അടിക്കുക, എൻ്റെ പണി കഴിഞ്ഞു. നമ്മൾ രാവിലെ എഴുന്നേറ്റ്, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഓർമ്മ വെച്ച നാൾ മുതൽ 2ലോ 3ലൊക്കെ പഠിക്കുന്ന സമയം മുതൽ മിറ്റം അടിക്കാൻ തൊട്ട് 10ാം ക്ലാസ് വരെ, സെമിനാരി ചേരുന്ന സമയം വരെ തലേ ദിവസം വരെ മിറ്റം അടിച്ചിട്ടാണ് പള്ളിയിൽ പോകുന്നത്. പള്ളിയിൽ പോയില്ലെങ്കിൽ ഭക്ഷണം കിട്ടില്ല, അതുകൊണ്ട് പള്ളിയിൽ പോകും. നിർബന്ധമുള്ള കാര്യമാണ്. വേറെ കാര്യങ്ങൾക്കൊന്നും നിർബന്ധമില്ല. പഠിക്കുന്ന കാര്യത്തിലൊക്കെ മമ്മിയുടെ ഒരു പ്രത്യേക ശൈലിയുണ്ട്. നിനക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതിയാണെന്ന് പറയും. നിനക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്ന് പറയും, ഞങ്ങൾക്കായിട്ട് പഠിക്കേണ്ടെന്ന് പറയും. അപ്പോൾ അതിനോട് അത്ര ഒരു കമ്പൽഷൻ ഉള്ളൂ. പക്ഷേ പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കാരണം മമ്മി എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നിർബന്ധമാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഈ അത്യാവശ്യം പരിപാടികളൊക്കെ തീർത്തിട്ട് പള്ളിയിൽ പോകണം. അപ്പം അങ്ങനെ നമുക്കാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല, ഈ പണിയൊക്കെ ആകെയുള്ളൂ, പിന്നെ അത്യാവശ്യം വീട്ടിലെ പരിപാടികളൊക്കെ ഉള്ളൂ. പക്ഷെ സെമിനാരി ചേർന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ബാംഗ്ലൂരാണ്, അപ്പോൾ ഞങ്ങൾക്കൊരു 4-5 ഏക്കർ സ്ഥലമുണ്ട് ആദ്യം ചേരുന്ന സമയത്ത് ഇടത്തിൽ. അവിടെയാണെങ്കിൽ മുഴുവൻ നല്ല തെങ്ങും മാവും അങ്ങനെയുള്ള സകല സാധനങ്ങളും ഈ പറയുന്ന സ്ഥലത്തുണ്ട്. ചെന്ന് അന്ന് വൈകിട്ട് തന്നെ എല്ലാവരുടെയും കയ്യിൽ ഓരോ തൂമ്പ എടുത്ത് തരും. എല്ലാവരുടെയും കയ്യിൽ ഓരോ തൂമ്പ എടുത്തു. അപ്പോൾ അന്നൊക്കെ നമ്മുടെ കയ്യിൽ തൂമ്പയൊന്നും പിടിക്കാത്തതുകൊണ്ട് നല്ല സോഫ്റ്റായിരുന്നു. ഇന്ന് ഇച്ചിരി ഹാർഡായി, പക്ഷേ അന്നൊക്കെ നല്ല സോഫ്റ്റായിരുന്നു. എല്ലാവരുടെയും കയ്യിൽ ഓരോ തൂമ്പ കൊടുത്തിട്ട് 1ഉം 2ഉം ഇങ്ങനെ തെങ്ങിൻ്റെ ഇടയ്ക്ക് കിളച്ചോളം പറയും. അന്നാണെങ്കിൽ നല്ല പാറ പോലെ കിടക്കുന്ന സ്ഥലമാണ് ബാംഗ്ലൂരൊക്കെ. ആദ്യത്തെ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, കിള കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ മുഴുവനും നല്ല റൗണ്ടായിട്ട് കുമള പോലെ, എന്നിട്ടിങ്ങനെ കയ്യിലൊക്കെ പിറ്റേ ദിവസം കിളയ്ക്കാൻ പോകുന്നത് കയ്യിൽ തുണി ചുറ്റിയിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ കളയ്ക്കാൻ പറ്റില്ല, കാരണം ഇതെല്ലാം ഇങ്ങനെ വീർത്തിരിക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ ഒത്തിരി തെങ്ങുകളുണ്ട്. ഈ തെങ്ങിലെല്ലാം പലയിടങ്ങളിലായിട്ട് ഈ തേനീച്ചക്കൂടുണ്ട്, വലിയ തേനീച്ചക്കൂടുകൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ തേനീച്ചക്കൂടിൽ ഇങ്ങനെ, അപ്പോൾ ഇതിനകത്ത് ഈ ഇൻ്റർവെൽ സമയത്ത്, ഉച്ചയ്ക്ക് ഇൻ്റർവെൽ സമയത്ത് ഒരുത്തം പറഞ്ഞു, നമുക്ക് പോയിട്ട് സെമിനാരി ചേർന്നതല്ലേ, പല ടീമുകളുണ്ടല്ലോ, എവിടെ നിന്നൊക്കെ എന്തൊക്കെ ഉദ്ദേശത്തോടെ വന്നവർ, ചിലവർ ഇംഗ്ലീഷ് പഠിക്കാൻ വന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉദ്ദേശത്തോടെയൊക്കെ വന്നവരുണ്ട്, ഇതെന്താ നോക്കിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് 2 അണ്ണന്മാർ പറഞ്ഞു, നമുക്ക് പോയിട്ട് തേങ്ങ കരിക്കിട്ട് കുടിക്കാമെന്ന് പറഞ്ഞു ഉച്ച സമയത്ത്. അപ്പോൾ പിന്നെ ആരും ശ്രദ്ധിക്കൊന്നുമില്ല. ഉച്ച സമയത്ത് എല്ലാവരും ഇവിടെയൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറമ്പ് ഇങ്ങോട്ട് കുറേ താഴേക്കുണ്ട്. ഒരുത്തൻ ഈ പറയുന്ന പോലെ കരിക്കിടാൻ വേണ്ടി തെങ്ങിൻ്റെ മണ്ടയിൽ കയറി കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തുനിന്ന് കുറച്ച് എണ്ണങ്ങൾ നടക്കാൻ പോയതാണ്. അവന്മാർ നോക്കി കഴിഞ്ഞപ്പോഴേ വേണ്ടേ വലിയ തേനീച്ചക്കൂട്. നമുക്ക് ഈ തേനീച്ചിട്ട് കൂറിട്ട് കല്ലെറിഞ്ഞാലോ എന്ന് വെച്ചാൽ കുഴപ്പമില്ല, പല എൻ്റർടൈൻമെൻറ്റുകളാണല്ലോ, ഓരോരുത്തർക്ക് അവരവരുടെ എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോഴേക്കും ഇവന്മാർ 2 എണ്ണന്മാരി വേറൊരുത്തൻ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്ന ഇവന്മാർ കണ്ടില്ല. ഇവന്മാർ ഇപ്പുറത്തുള്ള തേനീച്ചക്കൂട്ടിൽ കല്ലെറിഞ്ഞ് കൃത്യം അതിൻ്റെ ആ തേനീച്ചക്കൂട്ടിലേക്ക് ഒരു കല്ല് അങ്ങോട്ട് ചെന്നു. തേനീച്ചകളൊക്കെ അങ്ങോട്ട് ഇളകിയിട്ട് ഇപ്പുറത്ത് ഒരുത്തൻ തെങ്ങിൻ്റെ മണ്ടയിലിരിക്കുക. അവനെ അങ്ങോട്ട് പൊതിഞ്ഞിട്ട് അവൻ ഷൂന്ന് പോയിട്ട് മുകളിൽ നിന്ന് വന്ന് കംപ്ലീറ്റ് ശരീരം അങ്ങോട്ട് ഒരഞ്ഞാണ്. കാരണം ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് കുത്തിയില്ലേ, മുഖമൊക്കെ അങ്ങോട്ട് അടിച്ചു, കംപ്ലീറ്റ് ശരീരം വീർത്തു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 2 ദിവസം ഹോസ്പിറ്റലായിരുന്നു. കാരണം
ചിലപ്പോൾ മരിച്ചു പോകാൻ വരെ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറി. ഈ മുഴുവൻ അങ്ങോട്ട് കണ്ണു മുഖമൊക്കെ വീർത്തു. കാരണം ഈ തേനീച്ചക്കൂട് അങ്ങോട്ട് ഇളകി. ഉമ്മാർ കല്ലെറിഞ്ഞതാ എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ശത്രുവിൻ്റെ കൂട്ടിലേക്കുള്ള കല്ലേറാണ്. അതുകൊണ്ട് തന്നെ ശത്രു വെറുതെ ഇരിക്കില്ല. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതുവരെ ഒരു കുഴപ്പമില്ല, ആരൊന്നും ചെയ്യല, അവനെങ്ങനെ കിടന്നോളൂ, ഒരു കുഴപ്പമില്ല. അതിനെ ഡിസ്റ്റർബ് ചെയ്യാത്തിടത്തോളം കാലം അത് നമ്മെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ, നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള ഐക്യത്തിൽ എത്ര കണ്ട് ഒരാത്മാവ് ഉന്നതി പ്രാപിക്കുന്നുവോ, വളരുന്നുവോ, അത്ര കണ്ട് ശത്രുവിൻ്റെ ആക്രമണം അധികമായ അളവിൽ ആ ദൈവ പൈതൽ അനുഭവിക്കാൻ തുടങ്ങും. നമ്മൾ ബോധപൂർവം കുമ്പസാരക്കൂട്ടിൽ ഒരു വൈദികൻ്റെ അടുത്ത് ചെന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ മേൽ ഇന്നലകളിൽ പിശാചിന് അധികാരവും അവകാശവാദവും ഉണ്ടായിരുന്ന സകല വിഷയങ്ങളെയും വെറുത്തുപേക്ഷിച്ചിട്ട് യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ കണ്ണുകളുടെ, കാതുകളുടെ, ഇന്ദ്രിയങ്ങളുടെ, എൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെ രക്ഷകനും നാഥനുമായി ഞാൻ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്ത് ഒരാത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ മാറി. അതായത് പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും യേശുവിൻ്റെ അടിമത്തത്തിലേക്ക് നമ്മൾ മാറി എന്ന് പറഞ്ഞാൽ, റോമാക്കാർക്ക് ലേഖനം 6-ാം അധ്യായത്തിൽ പറയാണ്, യേശുവിൻ്റെ അടിമയായിരിക്കുന്നവൻ സ്വാതന്ത്ര്യത്തിലാണ്, പിശാചിൻ്റെ അടിമയായിരിക്കുന്നവൻ അടിമത്തത്തിലാണ്. യേശുവിൻ്റെ അടിമത്തത്തിലേക്ക് ഒരു ദൈവ പൈതൽ വരുമ്പോൾ അവൻ അനുഭവിക്കുന്നത് സ്വാതന്ത്ര്യമാണെങ്കിൽ, പിശാചിൻ്റെ അടിമത്തത്തിൽ അവൻ അടിമത്തം തന്നെയാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഒരു കുമ്പസാരത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിന് നമ്മളൊരു അടിമത്തത്തിൻ്റെ നുഖത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചുയർത്തപ്പെടുകയാണ്. അടിമയായിരുന്നവനെ ദൈവമകനായി, ദൈവമകളായി രൂപാന്തരപ്പെടുത്തുന്ന കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു ആത്മീയ ആനന്ദമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, സൗഖ്യമുണ്ട്. ഇത് ലോകത്തിന് തരാൻ പറ്റുന്നതല്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കി, ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ആത്മീയ ആനന്ദം ലോകത്തിന് തരാൻ പറ്റുന്നതല്ല. ഒരു കുമ്പസാരം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു ആത്മീയ സന്തോഷം, 1-2 ദിവസവും വചനം കേട്ട് കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആത്മീയ സൗഖ്യം, ഇത് ലോകത്തിന് തരാൻ പറ്റുന്നതല്ല, ലോകത്ത് ആരുടെ കൂടെ ഇരുന്നാലും ലഭിക്കുന്നതല്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, നമ്മുടെ ആത്മാവിൻ്റെ സൗഖ്യം ലോകത്തിലുള്ള ഏതു മനുഷ്യന്റെ കൂടെ ഇരുന്നാലും ലഭിക്കില്ല. ശരീരത്തിൻ്റെ സൗഖ്യം ഒരുപക്ഷെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിരുന്നാൽ കുറച്ച് നേരം മരുന്നൊക്കെ തരും, സൗഖ്യം കിട്ടാം. മനസ്സിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഒരു പരിധിവരെ ആരുടെയെങ്കിലുമൊക്കെ കൂടെ ഇരിക്കുമ്പോൾ, ആരുടെയൊക്കെ സാന്നിധ്യത്തിലും മറ്റെന്തെങ്കിലും മനസ്സിൻ്റെ ആ ഒരു അവസ്ഥയ്ക്ക് വ്യതിയാനമുണ്ടാക്കുന്ന, വ്യത്യാസമുണ്ടാക്കുന്ന, സന്തോഷം ജനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സൗഖ്യം കിട്ടാം. എന്നാൽ ഒരുവൻ്റെ ആത്മാവിന് ആത്യന്തികമായും നിലനിൽക്കുന്നതുമായ സൗഖ്യം കിട്ടുന്നത് അവൻ ഈ ആത്മാവിനെ സൃഷ്ടിച്ചവൻ്റെ ചാരയിരിക്കുമ്പോഴും കൂടെയിരിക്കുമ്പോഴും ആ ആത്മാവിൽ ഒരൈക്യമുണ്ടായിരിക്കുമ്പോൾ മാത്രമാണ്. ഒരു മനുഷ്യനും എൻ്റെ ആത്മാവിനെ സുഖപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഈശോ തൻ്റെ ശരീരവും രക്തവും തന്നെ നമുക്ക് തരുന്നേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിനും ശുദ്ധീകരണത്തിനും നമ്മുടെ ആത്മരക്ഷയ്ക്കും വേണ്ടി സ്വന്തം ശരീരവും രക്തവും അവനെ തന്നെ നമുക്ക് തരുന്നത്. ഒരു മനുഷ്യനും നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ പറ്റില്ല എന്ന് ദൈവത്തിനറിയാം. ഒരുവന്റെ ആത്മാവിൻ്റെ ശുദ്ധീകരണം നടക്കുന്നത് അവൻ തൻ്റെ ദൈവാത്മാവിനോടുള്ള ബന്ധത്തിൽ മാത്രമാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരാത്മീയ മനുഷ്യൻ ഉദയം പ്രാപിക്കുന്നത്, വളർച്ച പ്രാപിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരുവനൊരു ആത്മീയ മനുഷ്യൻ വളർച്ച പ്രാപിക്കില്ല. ലോകത്തോടുള്ള ബന്ധത്തിലല്ല വളർച്ച പ്രാപിക്കുന്നത്, സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിലല്ല ഒരാത്മീയ ജീവിതം ഉന്നതി പ്രാപിക്കുന്നത്, മറിച്ച് ദൈവത്തോടുള്ള നിരന്തരമായ ഒരൈക്യത്തിലും സ്നേഹത്തിലും മാത്രമാണ് ഒരാത്മാവിൽ സംഭവിക്കേണ്ട വിടുതലും വിശുദ്ധീകരണവും രക്ഷയും വീണ്ടെടുപ്പും സാധ്യമാകുന്നത്. ഹല്ലേലൂയ. ഇത് സംഭവിച്ചില്ലെങ്കിൽ ശ്രദ്ധിക്കുക,
ഈ ആത്മാവിലുള്ള ദൈവത്തോടുള്ള ഐക്യം സംഭവിച്ചില്ലെങ്കിൽ എന്നും ഒരു ശൂന്യതയുണ്ട്. ദർ ഇസ് എ വാക്വം. ആത്മാവിലൊരു ശൂന്യതയുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ജനിച്ച നാൾ മുതൽ, ആദ്യകാലങ്ങൾ മുതൽ ഒരപ്പൻ്റെയോ ഒരമ്മയുടെയോ സ്നേഹവും കരുതലും തലോടലൊന്നും കിട്ടാതെ വളരുന്ന കുഞ്ഞുങ്ങൾ. ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു സാഹചര്യം കുഞ്ഞുങ്ങൾക്കില്ലായിരുന്നു. മാതാപിതാക്കൾ തമ്മിൽ അടിയും ബഹളമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? കുഞ്ഞുങ്ങളുടെ ആദ്യകാലങ്ങളിൽ വളർച്ചയിൽ തന്നെ അപ്പൻ മാറി താമസിച്ചു, അമ്മ മാറി താമസിക്കുന്നു. അപ്പൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അമ്മ അങ്ങോട്ട് പോയി, പിന്നെ വേറെ എവിടെയൊക്കെ പോയി കുഞ്ഞുങ്ങൾ താമസിക്കേണ്ട അവസ്ഥ വന്നു. അനാഥാലയത്തിൽ പോകേണ്ടി വന്നു, അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളുടെ കൂടെയൊക്കെ താമസിക്കേണ്ടി വന്നു. അങ്ങനെ കുഞ്ഞുനാളിലെ ഇതിൻ്റെ ചെറുപ്പകാലത്ത് സ്വന്തം അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ലഭിക്കേണ്ട ഒരു തലോടലും ഒരു കരുതലും ഒരു സ്നേഹവും ഒക്കെ, അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ ചുംബനം ഒക്കെ കിട്ടാതെ പോകുമ്പോൾ ആ കുഞ്ഞിൻ്റെ അബോധ മനസ്സിൽ ഒരു ശൂന്യത എന്ന് നിലനിൽക്കും. അതായത് എന്തിനൊക്കെ വേണ്ടി അവൻ്റെ ശരീരവും അവൻ്റെ മനസ്സും, അല്ലെങ്കിൽ അവൻ്റെ ഈ ശരീരവും മനസ്സും ഇങ്ങനെ ക്രൈവ് ചെയ്തുകൊണ്ടിരിക്കും, ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ? ഇത് സ്വാഭാവികമായും മനുഷ്യ ജീവിതത്തിൽ കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് കിട്ടിയില്ല. സ്വരമർത്തി പറയാമോ ഹല്ലേലൂയ? നമ്മൾ ഈ ചില കുടുംബങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, കുടുംബമല്ല, എല്ലാ കുഞ്ഞുങ്ങളുടെ അവസ്ഥ നോക്കിയാൽ മതി. വീട്ടിലൊക്കെ കുഞ്ഞുങ്ങൾ കിടന്ന് കരയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ചെറിയ കുഞ്ഞുങ്ങൾ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? വിശന്നിട്ടാണ് കുഞ്ഞ് കരയുന്നെങ്കിൽ കുഞ്ഞിന് നമ്മൾ പാല് കൊടുക്കും, അല്ലേ? അല്ലാതെയാണ് കുഞ്ഞ് കരയുന്നെങ്കിൽ എന്ത് ചെയ്യും? പറ. നിങ്ങളുടെ വീട്ടിലൊന്നും ഒരു കുഞ്ഞും കരയാറില്ലല്ലേ? നിലവിളിക്കാറേ ഉള്ളൂ, അല്ലേ? കാറലും കൂകലൊക്കെ ഉള്ളൂ, അല്ലാതെ കരച്ചിലൊന്നുമില്ല. വലിയ കാറിച്ചും ബഹളവും ഒച്ചപ്പാടൊക്കെ ഉള്ളൂ. സാധാരണ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ എന്നെ ചെയ്യും? പോയിട്ട് എടുക്കും. അത് നോർമൽ എടുത്തിട്ട് ഓ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ചില മാതാപിതാക്കൾ സ്വന്തം അമ്മ ആ കുഞ്ഞിനെ സ്പർശിക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ ചിലപ്പോൾ കരച്ചിൽ നിൽക്കും, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ചിലപ്പോൾ എടുക്കു പോലും വേണ്ട. കുഞ്ഞ് കരയുമ്പോൾ ചുമ്മാ ഇങ്ങനെ തൊട്ട് വാവോ എന്ന് കാണിക്കുമ്പോഴേ കുഞ്ഞ്, അതായത് ആ കുഞ്ഞ് കിട്ടേണ്ട ഒരു സ്പർശനമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഒരു അമ്മയിൽ നിന്നും കിട്ടേണ്ട ഒരു സ്പർശനമുണ്ട്. ആ സ്പർശനം കുഞ്ഞുങ്ങൾക്ക് സൗഖ്യമാണ്. അതിൻ്റെ സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിൽ സംഭവിക്കുന്ന ഒരു സൗഖ്യമാണ് ഈ കുഞ്ഞിന് കിട്ടുന്ന സ്വന്തം അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും കിട്ടുന്ന ആ ഒരു തലോടലും. വളരെ ജസ്റ്റ് ഒരു ടാപ്പ്, അത്രേ ഉള്ളൂ. പക്ഷെ അത് കുഞ്ഞിന് വലിയ സൗഖ്യമാണ്. കുഞ്ഞിൻ്റെ കരച്ചിൽ അവിടെ മാറി. ഇനി ആ കുഞ്ഞ് ഇങ്ങനെ കരഞ്ഞിട്ട് നമ്മളൊന്നും എടുത്തില്ലല്ലോ, ഇതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും അങ്ങനെയാണ്. ഈ കുഞ്ഞ് എപ്പോഴും കരച്ചിൽ തന്നെ ആയിരിക്കും, അല്ലേ? ഹല്ലേലൂയ. ഇപ്പം ഇങ്ങനെ കിട്ടാതെ പോയാൽ വളർന്നു വന്നു കഴിയുമ്പോൾ വളരുന്നതിനനുസരിച്ച് ഒരു ശൂന്യത അവശേഷിപ്പിക്കും. കാരണം കുഞ്ഞുനാളിലെ കിട്ടേണ്ട ചിലതൊക്കെ ഈ കുഞ്ഞിന് കിട്ടിയില്ല. നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ ഒരു അവസ്ഥ വെച്ച് തന്നെ ഞാൻ ഓർക്കുകയാണ്, കാരിസ്മയിൽ ഞങ്ങൾക്ക് കാരിസ് യൂത്തും കൂട്ടായ്മയൊക്കെ ഉള്ള നല്ല ഇങ്ങനെ തളച്ച് നിൽക്കുന്ന ഒരു സമയം. കൊറോണ വന്നപ്പോൾ നമ്മളതൊക്കെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. കാരണം എല്ലാവരും വീടുകളിൽ ഒതുങ്ങിപ്പോയപ്പോൾ ഒത്തിരി യുവജനങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 10-35 പേരൊക്കെ ആയിരിക്കും ഒരു ധ്യാനത്തിന് ശുശ്രൂഷ ചെയ്യാൻ തന്നെ വരുന്നത്. ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം വരുന്നത്. ഇവന്മാരെ കടത്താൻ ഇവളന്മാരെ കടത്താൻ പോലും ചിലപ്പോൾ കാരിസ്മയിൽ സ്ഥലം ഉണ്ടാകുകയില്ല, ശുശ്രൂഷ ചെയ്യാൻ വരുന്നവർ. അപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ ധ്യാനം കൂടിയവരായിരിക്കും പിറ്റേ ധ്യാനത്തിന് വരുന്നത്. പിന്നെ റെഗുലറായിട്ട് ശുശ്രൂഷയ്ക്ക് വരുന്നവരുണ്ട്. അങ്ങനെ ശുശ്രൂഷയ്ക്ക് ഞാൻ ഓർക്കുകയാണ്, ഒരു ധ്യാനം കൂടിയിട്ട് ഒരു പയ്യൻ 1-2 ദിവസം വന്ന് ശുശ്രൂഷ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവനെ കണ്ടില്ല. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ വീണ്ടും കണ്ടു. അപ്പോൾ വളരെ കംഫർട്ടബിളാണ് അവന്. വളരെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് എന്ത് വെട്ടി തുറന്ന് സംസാരിക്കും. അങ്ങനെ ഒരു പ്രകൃതമാണ് അവന്. ചിലരുടെയൊക്കെ പ്രകൃതം അങ്ങനെയാണ്. എന്ത് വെട്ടി തുറന്ന് മുഖത്ത് നോക്കി ഇങ്ങനെ പറയും. അപ്പം അവന് എനിക്കറിയാം, അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാം. അതുകൊണ്ട് അവനെ വരുമ്പോൾ തന്നെ, അവനെ കാണുമ്പോൾ തന്നെ നമ്മൾ പയ്യെ അവനെങ്ങനെ ചേർത്ത് പിടിക്കും. ആ ചേർത്ത് പിടിക്കുമ്പോൾ അവന് വല്ലാത്തൊരു അവൻ അനുഭവിക്കുന്ന, നമുക്കറിയാം എന്തോരം കംഫർട്ടാണ് അവൻ അനുഭവിക്കുന്നത് അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ ചുമ്മാ തോളത്തെ കയ്യൊക്കെ ഇട്ട് അവൻ്റെ അടുത്ത് വർത്താനമൊക്കെ പറയുള്ളൂ. അവനിങ്ങനെയൊക്കെ പറയും. അവനൊരു ദിവസം കോളേജൊക്കെ കഴിഞ്ഞിട്ട് കാരിസ്മയിലേക്ക് വന്നു. കാരിസ്മയിലേക്ക് അന്ന് അവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ കാരിസ്മയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇച്ചിരി ലേറ്റായി. ലേറ്റ് എന്ന് പറഞ്ഞാൽ വൈകിട്ടായി. അപ്പോൾ ഞങ്ങൾ അവിടെ പുറത്ത് ഇങ്ങനെ വർത്താനത്തോളത്തെ കൈയൊക്കെ ഇട്ട് വർത്താനം. ഞാൻ പറഞ്ഞു, എടാ കോളേജ് എപ്പോഴാണ് കഴിയുന്നത്? കോളേജ് വെച്ചാൽ ഒരു 4-4:30-5 മണിയൊക്കെ ആകുമ്പോഴേക്കും കോളേജ് കഴിയും. എന്നിട്ട് നീ ഈ സമയത്താണോ നിൻ്റെ വീട്ടിലെത്തുന്നത്? വീട്ടിലെത്തുമ്പോൾ ഏതാണ്ട് ഈ സമയമൊക്കെ ആവും. ഞാൻ ചോദിച്ചു, നിനക്ക് വീട്ടിലേക്ക് എത്ര സമയമുണ്ട്? 1/4 മണിക്കൂർ വരും. 1/4 മണിക്കൂർ നീ എന്തിനാണ് ഈ 2-3 മണിക്കൂർ സമയം എടുക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞാണ്, അച്ഛാ കോളേജൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യൻസ് ആർ എന്നാ പറയുന്നത്, അല്ലേ? ഈ ഭാരതത്തിലെല്ലാവരും എൻ്റെ പെങ്ങന്മാരും സഹോദരന്മാരാണെന്നൊക്കെ പറയില്ല. അതുകൊണ്ട് പെങ്ങന്മാരെല്ലാം വണ്ടി കയറ്റി വിട്ടിട്ട്
ഇവൻ ആ സ്റ്റാൻഡിൽ നിന്ന് പോരുള്ളൂ. അവിടെ ഇരിക്കും. എല്ലാവരും കയറി സുരക്ഷിതരായിട്ട് വണ്ടി കയറുന്നത് ഇവന്മാർ കുറച്ച് പേരുണ്ട്. അവൻ അവിടെ ഇരിക്കും. ഇത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, ഇതെല്ലാം കയറ്റി വിട്ടിട്ട് പിന്നെ വീട്ടിൽ പോകൂടെ? വീട്ടിൽ പോവും. അപ്പോൾ അതെങ്ങനെ പോകുന്നതെന്നുള്ളത് അവൻ വിവരിച്ചാണ്. ഇതെങ്ങനെയെന്ന് വെച്ചാ, ഇങ്ങനെ ഞങ്ങളിങ്ങനെ വണ്ടി കാത്ത് നിൽക്കുമ്പോൾ ഏറ്റവും തിരക്കുള്ള വാഹനം നോക്കി നിൽക്കും. ഞാൻ ചോദിച്ചു, നിനക്ക് എൻ്റെ തലയ്ക്ക് വല്ല ഓളമുണ്ടോ? ഞങ്ങളൊക്കെ തിരക്ക് കുറഞ്ഞ ഒരു ഇരിക്കാൻ സീറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ നോർമലി സാധാരണ മനുഷ്യൻ കയറുന്നത്. നീനാടാ ഈ തിരക്കുള്ള വാഹനം നോക്കി നിൽക്കുന്നത്? അപ്പം പറഞ്ഞു, തിരക്കുള്ള വാഹനം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പുറകെ കൂടി കയറുകയല്ല, ഫ്രണ്ടിൽ കൂടിയേ കയറുള്ളൂ. ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് ഫ്രണ്ടിൽ കൂടി കയറുന്നത്? നമ്മൾ സാധാരണ ആണുങ്ങൾ പുറകെ ഫ്രണ്ടിൽ കൂടി കയറിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ 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 മുട്ടി 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 അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ മുട്ടി മുട്ടി പോകും. ഒരു പ്രത്യേക സുഖമാണച്ചോ. ഇങ്ങനെ മുട്ടി മുട്ടിയൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണെന്ന് അവൻ പറഞ്ഞത്. അപ്പം പിന്നെ പകുതി കഴിയുമ്പോൾ പിന്നെ ആണുങ്ങളുടെ സെഷനായി, പിന്നെ പുറകിലേക്ക് എത്തി. പിന്നെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് വരാൻ പറ്റില്ല, അവന്മാർ തല്ല് അടിയിട്ടും ചിലപ്പോൾ. അതുകൊണ്ട് ഈ തിക്കിനിറക്കി കയറി പോകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ചേച്ചി ഒന്ന് ഒതുങ്ങി എന്നൊക്കെ പറഞ്ഞ് ഒരു ഉന്തൊക്കെ കൊടുത്ത് ഒരു മുട്ടൊക്കെ കൊടുത്ത് അവൻ അങ്ങോട്ട് പോവാം. എന്നിട്ട് പറഞ്ഞ് അത് കഴിഞ്ഞ് പുറകെ വന്നാൽ പിന്നെ എന്നാ ചെയ്യാന്ന് വെച്ചാൽ അതുകൊണ്ട് എന്ത് ചെയ്യും? അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. എന്തിനാ? അടുത്ത തിരക്കുള്ള ബസ് വരാൻ വേണ്ടി. ഓഹോ. അപ്പോൾ അങ്ങനെ 2-3 ബസ്സൊക്കെ മാറി കയറിയ വെച്ചാൽ വീട്ടിലെത്തുന്നു. അപ്പം ഇച്ചിരി വൈകൂന്ന്. 2-3 ബസ്സൊക്കെ മാറി കയറിയ ഇവൻ വീട്ടിലെത്തുന്നു. അപ്പം അല്പം വൈകൂന്ന്. ഇവൻ അത് പറയുമ്പോൾ കൃത്യമായിട്ട് അവൻ്റെ ജീവിതം എനിക്കറിയാവുന്നത് കൊണ്ട് നമുക്കത് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. അവൻ്റെ അപ്പൻ ഒരു ബിസിനസ് നടത്തി, അമ്മ അതിൻ്റെ റിസപ്ഷനായിട്ട് നിന്ന സമയത്ത് ആ കമ്പനിയിൽ തന്നെ ജോലിക്ക് വന്ന ഒരു പയ്യനുമായിട്ട് ഒരു വർക്കറുമായിട്ട് ഇവൻ്റെ അമ്മ ഇവന് വെറും 1, 1.5, 2 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇവൻ്റെ അപ്പനെയും ഈ കുഞ്ഞിനെയും ഇവനെയും ഉപേക്ഷിച്ചിട്ട് ഈ പറയുന്ന അമ്മ വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണ്. ഈ ചെറുപ്പത്തിൽ ഒരു അമ്മയിൽ നിന്നും കിട്ടേണ്ട തലോടലൊന്നും ഇവന് ശരിക്കും കിട്ടിയിട്ടില്ല. ഇവൻ്റെ അപ്പൻ്റെ തന്നെ സഹോദരൻ്റെ വീട്ടിൽ കിടന്നാണ് ഇവൻ വളരുന്നത്. കാരണം അപ്പൻ ജോലിക്ക് പോകും, പിന്നെ വീട്ടിലാരും നോക്കാനില്ലേ കുഞ്ഞിനെ. അതുകൊണ്ട് എന്ത് ചെയ്യും? അയലോക്കത്തെ വീട്ടിലും കുടുംബക്കാരുടെ അടുത്തേക്ക് കൊണ്ടുപോയാക്കും. സ്വന്തം അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടേണ്ട ഒരു സ്നേഹത്തിൻ്റെ ഒരു തലോടൽ ഇവന് ലഭിക്കാത്തത് കൊണ്ട് അതൊരു ശൂന്യതായിട്ട് കിടക്കുകയാണ്. അതെന്നും ഒരു ശൂന്യതായിട്ട് കിടക്കും. ഹല്ലേലൂയ. അതെന്നും മനുഷ്യൻ അത് കാരണം അത് കംപ്ലീറ്റ് ആയിട്ടില്ല, അവിടെ ഇങ്ങനെ കിടക്കും. അവിടെ അതുകൊണ്ടെന്താ ഇത്രയും വളർന്നിട്ടും ഇത്രയും പ്രായമായിട്ടും ഇന്നും ആരുടെയെങ്കിലൊക്കെ ഒരു തലോടലോ ഒരു സ്പർശനമോ അതിൽ അവനൊരു വളരെ സെക്യൂരിറ്റി ഫീലിംഗ്, വളരെ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. അതിന് കാരണം ഈ കുഞ്ഞുനാളിലെ കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട ഒരു സ്പർശനമോ ഒരു സൗഖ്യമോ അവനോട് കിട്ടിയില്ല. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മക്കളെ നമ്മൾ ആത്മീയ മനുഷ്യരാണ്. നമ്മൾ ആത്മീയ മനുഷ്യരാണ്. ഒരാത്മീയ മനുഷ്യന് ദൈവാത്മാവിൽ നിന്നും കിട്ടേണ്ട ഒരു സ്പർശനം, ഒരു തലോടല്, ഒരു സ്നേഹം, ഒരു സൗഖ്യം കിട്ടാത്തിടത്തോളം കാലം ആ ആത്മാവ് എന്നും അലഞ്ഞു തിരിഞ്ഞും അസ്വസ്ഥപ്പെട്ടും ഭാരപ്പെട്ടും അസമാധാനത്തിലൊക്കെ ആകും ആത്മാവ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലോകത്തിന് ശമിപ്പിക്കാൻ പറ്റുന്നതല്ല. ദൈവം സൃഷ്ടിച്ചത് കൊണ്ട് ദൈവത്തിന്റെ സ്പർശനം കിട്ടിയാൽ മാത്രമേ ഈ ആത്മാവിന്റെ ഒരു ലോങ്ങിങ്, ഒരു ദാഹം ശമിപ്പിക്കപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. സർവ്വത്തിൽ പറയാവോ ഹല്ലേലൂയ. പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ആത്മാവിന് എല്ലാവരുടെയും ആത്മാവിന് ദൈവാത്മാവിൽ വിലയം പ്രാപിക്കാനുള്ള ഒരു ദാഹമുണ്ട്. എല്ലാ മനുഷ്യരിലുള്ള ഒരു ദാഹമാണ് ഈ പറയുന്ന ദൈവത്തിൽ വിലയം പ്രാപിക്കാനുള്ള ഒരു ദാഹം. ഇപ്പൊ ശരീരത്തിന് ദാഹം ഉള്ളതുപോലെ തന്നെ ശരീരത്തിന്റെ ദാഹം നമ്മൾ ശമിപ്പിക്കും. അത് നമുക്ക് എളുപ്പമാണ് മനസ്സിലാക്കാൻ. പെട്ടെന്ന് തൊണ്ടയൊക്കെ വരളാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി വെള്ളം കുടിക്കും. അങ്ങനെ ശരീരത്തിന്റെ ദാഹം, മനുഷ്യന്റെ മനസ്സിന്റെ ദാഹവും നമുക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാൻ പറ്റും. അസ്വസ്ഥതകളിലൂടെ കടന്നു പോകും, അസമാധാനത്തിലൂടെ കടന്നു പോകുമ്പോൾ, മാനസിക ആരോഗ്യക്കുറവൊക്കെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ആ മനസ്സിനെ ഒന്ന് ഫലപ്പെടുത്താൻ വേണ്ട വിഷയങ്ങളിലേക്ക് നമ്മൾ തന്നെയോ അല്ലെങ്കിൽ നമ്മളെ പരിചരിക്കുന്നവരോ നമ്മളെ കൊണ്ടെത്തിക്കും. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമോ, മനസ്സിൻ്റെ വല്ലാത്ത വിഭ്രാന്തിയിലേക്കോ നിരാശയിലേക്കോ ഒരുതരം ഡിപ്രഷനിലേക്കോ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. മെഡിക്കേഷൻ അതിനുണ്ട്. ചിലപ്പോൾ മെഡിക്കേഷൻ 1-2 ആഴ്ചയൊക്കെ മെഡിക്കേഷൻ കഴിച്ച് ആ വ്യക്തിയെ നോർമൽ അവസ്ഥയിലേക്ക് ആക്കാനുള്ളൊരു പരിശ്രമം നടത്തും. എന്നാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു,
ആത്മാവിൻ്റെ അസ്വസ്ഥതകളെ ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമേ ഒരുവന് പരിഹരിക്കാൻ പറ്റൂ. ചില ആത്മാക്കൾക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ കണ്ടിട്ടില്ലേ? ഒരു വെളിവുമില്ല, ഒരു വെള്ളിയാഴ്ച ഇല്ലാതെ. അതിങ്ങനെയുള്ള ആത്മാക്കളാണ്. ഇങ്ങനെ ഇവിടെ ഈ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരുവന്റെ ആത്മീയ അസ്വസ്ഥത ശമിപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ മേഖലയിലേക്ക് പോവുകയാണ്, നമ്മുടെ ശത്രു നിരന്തരം വെയിറ്റ് ചെയ്യുക. ലോകം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ചൂട് അനുഭവിക്കാൻ അസാധ്യമായി ഒരാത്മാവ് കടന്നു പോകുമ്പോൾ ദൈവത്തിൽ നിന്നും കിട്ടേണ്ട ചൂട് സഡൻലി ലോകം കൊണ്ടുവന്ന് തരും. അപ്പോൾ നമ്മൾ വിചാരിക്കും അതുകൊണ്ട് നമ്മുടെ ഈ ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കപ്പെടുന്നില്ല. ടെമ്പററിലി, അതായത് നൈമിഷികമായിട്ട് ഏതാനും നിമിഷത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം മാത്രമേ ലോകത്തിന് തരാൻ പറ്റുകയുള്ളൂ. ഏതാനും നിമിഷത്തിന്റെ സമാധാനം മാത്രമേ ലോകത്തിന് തരാൻ പറ്റുകയുള്ളൂ. കാരണം ലോകം നിലനിൽക്കുന്നതല്ലാത്തത് കൊണ്ട് നിലനിൽക്കുന്നതൊന്നും ലോകത്തിന് തരാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ലോകത്തിന് നിലനിൽക്കുന്നതൊന്നും തരാൻ പറ്റില്ല. അതിന് കാരണം ലോകം നിലനിൽക്കുന്നതല്ല. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും. എല്ലാം കടന്നു പോകേണ്ടതാണ്. എല്ലാം കടന്നു പോകേണ്ടതാണ്. എല്ലാം കടന്നു പോകും. ഞാനും നിങ്ങളൊക്കെ കടന്നു പോകും. നമ്മുടെ മക്കൾ കടന്നു പോകും. നമ്മുടെ ജീവിത പങ്കാളി കടന്നു പോകും, അല്ലേ? നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജീവിത പങ്കാളിയായിട്ട് ഈ അടിയും ബഹളവും ഒച്ചപ്പാടും കലഹവും അസ്വസ്ഥതയും ഒക്കെ കഴിയുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം എന്താ? ഏതാനും നാളുകൾക്കുള്ളിൽ ഞങ്ങളിൽ ഒരാളെ ഈ ലോകത്തിലുണ്ടാകുള്ളൂ. കാരണം ഒന്നില്ലെങ്കിൽ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ വിട്ടു പോകും എന്നാണ് നമുക്കറിയത്തില്ല. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് തൻ്റെ ഭക്തജീവിത പ്രവേശികയിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഒരിക്കൽ നമ്മുടെ ലോകം അവസാനിക്കും. ഒരിക്കൽ നമ്മുടെ ലോകം അവസാനിക്കും. അതെന്നാണെന്ന് നമുക്കറിയില്ല. ഒരിക്കൽ നമ്മുടെ ലോകം അവസാനിക്കും. ഒരിക്കൽ നാം നമ്മുടെ കുടുംബത്തെ വിട്ടുപിരിയും. അപ്പനെ, അമ്മയെ, ജീവിത പങ്കാളിയെ, മക്കളെയൊക്കെ വിട്ടുപിരിഞ്ഞ് നമ്മൾ ഈ ലോകത്തിൽ നിന്നും കടന്നു പോകേണ്ടവരാണ്. അപ്പോൾ അത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ഒരു മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന അടിസ്ഥാന സത്യമാണ്. ഞാൻ കടന്നു പോകേണ്ടതാണെന്നുള്ള സത്യം. ഇപ്പൊ ലോകത്തിലുള്ള സകലതും കടന്നു പോകും. എല്ലാം കടന്നു പോകും. നിന്നിരുന്ന സ്ഥലം പോലും അജ്ഞാതമായി തീരുമെന്നാണ് വചനം പറയുന്നത്. കാറ്റടിക്കുമ്പോൾ വാടിപ്പോകുന്നവരാണ് നമ്മളെന്നും നാം നിന്നിരുന്ന ഈ സ്ഥലം പോലും അജ്ഞാതമായി തീരുമെന്നാണ് വചനം പറയുക. ഇനി വളരെ വളരെ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. അപ്പോൾ ഒരാത്മാവ് അസ്വസ്ഥമായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാത്മാവ് ദൈവാത്മാവിനോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നും അകലുമ്പോൾ, സ്വർഗത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും അകലുമ്പോൾ, നമ്മളിങ്ങനെ ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് അടുത്തിരിക്കുമ്പോൾ നമുക്ക് പറയല്ലേ, തീയോട് അടുത്തിരിക്കുമ്പോൾ നമുക്ക് ചൂട് അനുഭവിക്കാൻ പറ്റും, അല്ലേ? ചൂട് എന്ന് പറയുന്ന പോലെ നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. ദൈവ സാന്നിധ്യം ശക്തമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. എന്നാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കർത്താവിൽ നിന്ന് അകലുമ്പോൾ ഈ ചൂടിൽ നിന്ന് നമ്മളിങ്ങനെ അകന്നു പോകും, അല്ലെങ്കിൽ ഈ സാന്നിധ്യത്തിൽ നമ്മൾ അകന്നു പോകും. ഇനി ഒരു ദൈവ പൈതൽ ദൈവത്തിൽ നിന്നും അകലാൻ തുടങ്ങുമ്പോൾ ശത്രു റെഡി ആയിട്ടിരിക്കുകയാണ്. എന്താണ്? നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ. എന്താണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ദൈവൈക്യത്തിൽ നിന്നും നിനക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത്, നീ വിഷമിക്കേണ്ട, വേദനിക്കേണ്ട, സങ്കടപ്പെടേണ്ട, അത് ഞങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് ശത്രു നമ്മോട് പറയും. ഇതാണ് ശത്രുവിൻ്റെ ഏറ്റവും ശക്തമായ വഞ്ചന, നുണ. ആണ് ഏറ്റവും ശക്തമായ വഞ്ചന. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 22-ാം അധ്യായത്തിൽ 54 മുതലുള്ള വചനങ്ങളിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്ന സംഭവമാണ്. പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ തുടക്കം. ഇങ്ങനെയാണ്: അവർ അവനെ പിടിച്ച് പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. യേശുവിനെ പിടിച്ച് പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചു. അപ്പം അതുവരെ പത്രോസ് കർത്താവിൻ്റെ കൂടെ നടന്നവനാണ്. ഇനി പെട്ടെന്ന് പത്രോസിന് ഒരു ഭയമൊക്കെ കയറി. കാരണം എന്താ? യേശുവിനെ പിടിച്ച് പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇപ്പം അടുത്തത് യേശുവിൻ്റെ കൂടെ നടക്കുന്നവരും പിടിക്കപ്പെടും, പീഡിപ്പിക്കപ്പെടും. യേശുവിൻ്റെ കൂടെ നടന്നാൽ പീഡിപ്പിക്കപ്പെടും.
വേദനിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരുമെന്ന് പത്രോസിന് മനസ്സിലായി. അതുകൊണ്ട് പത്രോസിന് ഒരു ഭയം, ഇനിയിപ്പോൾ ഇവൻ്റെ കൂടെ നിന്ന അടി കിട്ടും. അതുകൊണ്ട് അല്പം അകലെയായി നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാനൊരു ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളിതിന് ഉത്തരം പറയണമെന്ന് നിർബന്ധമില്ല. ഉത്തരം മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി. ഞാനും നിങ്ങളൊക്കെ ക്രൂശിതനായ കർത്താവിൻ്റെ കൂടെ അവനോട് അതുപോലുള്ള ഒരു ഐക്യത്തിൽ നടക്കാൻ ഭയപ്പെടുന്നതിന് കാരണം നമ്മുടേതായ ചില ഇഷ്ടങ്ങൾ നാം അവനെ പ്രതി ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ ഭയം നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം എന്താ? യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് പാപത്തിൽ ജീവിക്കാൻ പറ്റില്ല, അവന് മദ്യപിക്കാൻ പറ്റില്ല, അവന് സ്വയംഭോഗം ചെയ്യാൻ പറ്റില്ല, ജഡിക പാപം ചെയ്യാൻ പറ്റില്ല. അവനിപ്പോൾ അവനെ അടിമത്തത്തിന്റെ മുഖം വഹിക്കാൻ കാരണമായിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നൊക്കെ അവൻ പുറത്തു വരും. രണ്ടുകൂടി ഒരുമിച്ച് പോകില്ല. അല്ലെ, കർത്താവിന്റെ വചനം പറയുന്നില്ലേ, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ ഒരാൾക്ക് പറ്റില്ല. ഒരുവൻ ദൈവത്തെ സേവിക്കാൻ തുടങ്ങുമ്പോൾ, ഒരുവൻ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവൻ ശത്രുവിൽ നിന്ന് അകന്നു. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ, കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വില കൊടുക്കുക എന്നാണ് മറ്റൊരു വാക്യം പറയുക. യേശുവിൻ്റെ കൂടെ നടന്നാൽ നമ്മൾ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ പത്രോസ് അല്പം അകലെയായിട്ട് നടക്കുക. അല്പം അകലെയായിട്ട് നടന്നു. കാരണം യേശുവിൻ്റെ കൂടെ നടന്ന ഇനി സഹിക്കേണ്ടി വരും എന്നറിയാം. യേശുവിൻ്റെ കൂടെ നടന്ന് ഇനി എൻ്റെ ഇഷ്ടമൊന്നും നടക്കില്ല. യേശുവിൻ്റെ കൂടെ നടന്ന എൻ്റെ ആഗ്രഹങ്ങളൊന്നും ഇനി നടക്കില്ല. അതുകൊണ്ട് പത്രോസ് എന്ത് ചെയ്തു? അല്പം അകലെയായിട്ട് നടന്നു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ അല്പം അകലെയായിട്ട് നടന്നു. അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിന് ചുറ്റും ഇരുന്നപ്പോൾ പത്രോസും അവരോട് കൂടെ ഇരുന്നു. അതുവരെ കർത്താവിൻ്റെ കൂടെ നടന്ന പത്രോസ് ഇതാ ഒരു മനുഷ്യരുടെ കൂട്ടായ്മയുടെ നടുവിലിരിക്കുക. എന്താ? ഈ കർത്താവിൽ നിന്ന് കിട്ടിയത് ഇവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ച, അല്ലെങ്കിൽ കർത്താവിൽ നിന്നും ഇന്നലകളിൽ സ്വന്തമാക്കിയത് അവൻ അവിടെ നിന്ന് അകന്നപ്പോ പെട്ടെന്ന് കർത്താവിൽ നിന്നും നിനക്ക് ലഭിച്ചതൊക്കെ ഇതാ ഞങ്ങൾ തരാം എന്നുള്ള വ്യാജം ലോകം പറയുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് അവൻ അവരുടെ കൂടെ ഇരുന്നു. അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവനോട് കൂടെയായിരുന്നു. എന്നാൽ പത്രോസ് അത് നിഷേധിച്ച്, സ്ത്രീയെ, ഞാൻ അവനെ അറിയുകയില്ല എന്ന് പറഞ്ഞു. കണ്ടോ? പത്രോസ് കർത്താവിൽ നിന്ന് അകന്നപ്പോൾ, അവൻ്റെ ചൂടിൽ നിന്ന് അകന്നപ്പോൾ തീർച്ചയായിട്ടും അവൻ തണുപ്പിലേക്ക് പോയപ്പോൾ അതാണ്ട് ലോകം അവനെ ചൂട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഈ ഒരു മായാ ലോകത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു മായാ ലോകത്ത് പോയിക്കൊണ്ടിരിക്കുക. എന്താണ്? ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ട അത്യന്തികമായ ആത്മാവിൻ്റെ ചൂട് ലോകത്തിന് തരാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ലോകത്തിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു വിഷമം വരുമ്പോൾ ആരെങ്കിലും വേണം നമ്മളെ കേൾക്കാൻ. നമുക്കൊരു വേദന വരുമ്പോൾ നമുക്കിത് ആരോടെങ്കിലൊക്കെ പറയണം. നമുക്കൊരു സങ്കടം വരുമ്പോൾ, നമുക്കൊരു ജീവിതത്തിൻ്റെ നൊമ്പരം വരുമ്പോൾ നമുക്കത് 2-3 പേരോട് പറയുമ്പോൾ നമുക്കൊരാശ്വാസം ഉണ്ടായി. എന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ, പ്രശ്നത്തിന് സൗഖ്യമുണ്ടായോ, നിലനിൽക്കുന്ന ആശ്വാസമാണോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇതൊന്നും തന്നെ മനുഷ്യൻ സമ്മാനിക്കുന്നതൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല. ഹല്ലേലൂയ. ഇവിടെ സ്ത്രീയുടെ കൂടെ ഇരിക്കുന്നു പത്രോസ്. ഒരു മനുഷ്യന്റെ ഒരു ചൂടുണ്ട്. ഇവിടെ തന്നെ തീ കാച്ചു വെച്ചിരിക്കുകയാണ്. തീയുണ്ട്. ലോകത്തിന്റെ ഒരു ചൂട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ശത്രു ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഒരുവൻ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ അവന് ദൈവത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന സകല ആത്മീയ സമ്പത്തും അനുഗ്രഹങ്ങളും സമാധാനവും ആനന്ദവും ഇതാ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് നമ്മളെ ശത്രു വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വഞ്ചനയിലാണ് ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശത്രുക്കൾ, ലോകം നമ്മുടെ ശത്രുവാണ്. ലോകം എന്നുള്ളത് ഞാൻ പറയാം എന്താണ് ലോകമെന്ന്. യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ലോകം നമ്മുടെ ശത്രുവാണ്, പാപം നമ്മുടെ ശത്രുവാണ്, പിശാച് നമ്മുടെ ശത്രുവാണ്. ഇതിങ്ങനെ നമ്മുടെ ശത്രു നമുക്ക് ചുറ്റും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, നമ്മളിങ്ങനെ കാത്തു നിൽക്കുക. ഒരുവൻ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ
ശത്രു അവന് വേണ്ടതെല്ലാം അപ്പോൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. അതൊന്നും നിലനിൽക്കുന്നതല്ലാത്തത് കൊണ്ട് അവൻ സ്വയം വഞ്ചിക്കപ്പെട്ട് നിലനിൽക്കാത്തവയ്ക്ക് വേണ്ടി അവൻ്റെ നിലനിൽക്കുന്ന ദൈവീക അംശത്തെ തൃപ്തിപ്പെടുത്താതെ അവൻ ആത്മവഞ്ചനയിൽ ഒരു ജീവിതത്തിൻ്റെ അന്ത്യത്തോളം ജീവിക്കുകയും അങ്ങനെ ആത്മനാശത്തിലേക്ക് ഒരുവൻ കടന്നു പോവുകയും ചെയ്യും. ഹല്ലേലൂയ. ഏറ്റവും ഉന്നതമായ സ്പർശന സുഖം എന്ന് പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ സ്പർശനമാണ്. എൻ്റെ ദൈവത്തിൻ്റെ സ്പർശനം എനിക്ക് കിട്ടുന്നതിനേക്കാളും വലിയ സ്പർശനം എനിക്ക് ലോകത്ത് എങ്ങും കിട്ടാനില്ല. അതെൻ്റെ എല്ലാ മേഖലയിലും എനിക്ക് സൗഖ്യം തരും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ദൈവത്തിൽ നിന്നും ഒരുവൻ അകലുമ്പോൾ ലോകം അവനെ സ്പർശിച്ചുകൊണ്ടിരിക്കുക, തലോടിക്കൊണ്ടിരിക്കുക. ലോകം കാത്തിരിക്കുവാണല്ലോ, ലോകം കാത്തിരിക്കുകയാണ്, പിശാച് കാത്തിരിക്കുകയാണ്. അപ്പൊ അവന് ദൈവത്തിൽ നിന്നും അവൻ അകന്നപ്പോ അവൻ എന്തൊക്കെ ദൈവത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നോ അതെല്ലാം ലോകം ഇമ്മീഡിയറ്റ് ആയിട്ട് സപ്ലൈ ചെയ്യും. പാപം ചെയ്യാനുള്ള സാധ്യതകൾ കൊടുക്കും, ജഡത്തിന്റെ സ്പർശനങ്ങളിലേക്ക് വിടും, ലോകത്തിന്റെ സ്പർശനങ്ങൾ സമ്മാനിക്കും, പാപകരമായ സ്പർശനങ്ങൾ കൊടുക്കും. അപ്പോൾ ഇവന് നോക്കുമ്പോൾ ഇവനൊരു സ്പർശനത്തിന്റെ സുഖമുണ്ട്, പക്ഷെ അത് നിലനിൽക്കുന്നതല്ല. എന്ന് മാത്രമല്ല, അതവൻ്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നതല്ല, ശരീരത്തെയും മനസ്സിനെയും മാത്രം തൃപ്തിപ്പെടുത്തുന്നതാണെന്ന് തിരിച്ചറിയാതെ ശരീരത്തിൻ്റെ സുഖവും മനസ്സിൻ്റെ സുഖവും മാത്രം അന്വേഷിച്ച് ഒരാത്മാവ് അലഞ്ഞു തിരിഞ്ഞ് ഈ ലോകത്തിൽ കടന്നു പോകേണ്ടി വരും. ഈ അലച്ചിലെന്നും ഉണ്ട് ഒരാത്മാവിന്. ഇത് തിരിച്ചറിയുന്നിടത്താണ് ദൈവത്തോടുള്ള ബന്ധം എത്ര കണ്ട് നമ്മൾ സൂക്ഷിക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ അതിൻ്റെ 5-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചു. ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. എന്നിട്ട് പൗലോസ് പറയും, അതിനാൽ നമ്മൾ ഇനിയും അടിമത്തത്തിൻ്റെ നുകത്തിന് വിധേയരാകരുത്. ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചു. ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സ്ഥിരത ഉണ്ടാകുമ്പോൾ, എല്ലാ ദിവസവും നമ്മൾ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഹാബിറ്റ് എന്ന് പറയുന്നത്. ഹാബിറ്റ്, ശീലം എന്ന് പറയുന്നത്. ശീലം എന്നൊക്കെ പറയും. അപ്പോൾ അവന് മദ്യപാന ശീലമാണ്, അവന് പുകവലിക്കുന്ന ശീലമാണ്. കാരണം എന്താ? എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക. ചില ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നത് നമ്മൾ അതിൽ സ്ഥിരതയുള്ളപ്പോഴാണ് ശീലമായിട്ട് മാറുന്നത്. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇത്. ചങ്കിൽ എഴുതിയിടേണ്ട കാര്യമാണ്. നമ്മൾ അനുഭവിക്കുന്ന ആത്മീയ ആനന്ദത്തിലും ആത്മീയ സൗഖ്യത്തിലും സ്ഥിരതയുള്ളവരായിരിക്കണമെങ്കിൽ നമ്മൾ ആത്മീയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്പിരിച്വൽ ഹാബിറ്റ്സ് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ഇനി നമുക്ക് വല്ല സ്പിരിച്വൽ ഹാബിറ്റ് ഉണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കും? എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ് ഹാബിറ്റ്, ശീലം എന്ന് പറയുന്നത്. ഇപ്പം നാളെ അല്ല, നിങ്ങൾ ഇന്ന് രാത്രി, ഇന്നത്തെ പോട്ടെ, ഇന്നിപ്പോൾ നിങ്ങളിപ്പോൾ കൺവെൻഷനൊക്കെ ധ്യാനത്തിനൊക്കെ വന്ന് പോട്ടെ, നിങ്ങളല്ലാത്ത നിങ്ങളുടെ ഒരു നോർമൽ ദിവസം എടുക്കുക. ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകിട്ട് വരെയുള്ളത് നിങ്ങൾ ആ ദിവസം രാത്രി ഒന്ന് ആത്മശോധന ചെയ്യുക. പിറ്റേ ദിവസത്തെ എടുക്കുക, അങ്ങനെ 2-3 ദിവസത്തെ അടുപ്പിച്ചെടുക്കുക. ഈ 3 ദിവസവും നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ആത്മീയ ശീലങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെയെങ്കിൽ അത് നിന്റെ ശീലമാണ്. എഴുതി വെക്കണം കേട്ടോ. ഈ ധ്യാനത്തിന്റെ ഭാഗമായിട്ട് വീട്ടിൽ ചെന്നിട്ട് എഴുതണം. ഒരു വെള്ള പേപ്പറും പേനയൊക്കെ എടുത്തിട്ട്, എൻ്റെ ആത്മീയ ശീലങ്ങൾ, രാവിലെ എഴുന്നേൽക്കുന്നു, ഇത് ആത്മീയ ശീലമല്ല, നമ്മൾ എഴുന്നേൽക്കും. പല്ല് തേക്കുന്നു, ഇത് ആത്മീയ ശീലമല്ല, അത് പല്ല് വെളുക്കാൻ വേണ്ടി ചെയ്യുന്ന, ചിലർ അതും ചെയ്യാലോ, പോട്ടെ. കുളിക്കുന്നു, ഇതൊന്നുമല്ല ആത്മീയ ശീലം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഞാൻ എൻ്റെ കണ്ണുകളെ, എൻ്റെ അധരത്തെ, എൻ്റെ ഹൃദയത്തെ ഞാൻ മുദ്ര ചെയ്ത്, കർത്താവെ, ഈ ദിവസക്കാലം എനിക്കെതിരെ നിൽക്കുന്ന ശത്രുവിൽ നിന്നും നീ എന്നെ സംരക്ഷിക്കണമെന്ന് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം ചെയ്യുന്ന കാര്യമാണ്. കട്ടിലയിൽ ഇരുന്ന് അടുത്ത പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ പിന്നെ ഇച്ചിരി അന്നാവെള്ളം കൂടി വെച്ചിട്ടുണ്ട്, ഇച്ചിരി ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു.
അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന നടത്തുമ്പോൾ ചെറിയൊരു ബോട്ടിൽ അന്നാമ്പള്ള എൻ്റെ കിടക്കുന്ന കട്ടിലിനടുത്ത് തന്നെ ഒരു മാതാവിൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഇച്ചിരി ചെറിയ അന്നാമ്പള്ളവും കട്ടിലിൻ്റെ സൈഡിൽ തന്നെ വേറെ പ്രാർത്ഥന ഇതുണ്ട്. പക്ഷേ കട്ടിലിൻ്റെ സൈഡിൽ തന്നെ ഒരു മാതാവിൻ്റെ ഒരു ഇതും റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് കിട്ടിയ ഒരു സ്റ്റാച്ചുവും അതിനടുത്ത് ചെറിയൊരു ഇതും വെച്ചിട്ടുണ്ട്. ഇത് ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അതിന് ഇച്ചിരി വെള്ളം എടുത്തിട്ട് നെറ്റിയിലും കണ്ണും ഹൃദയവും ഒക്കെ കൈയും കാലും ഒക്കെ കുരിശ് വരച്ചിട്ട് കർത്താവേ നിന്റെ തിരുരക്തം കൊണ്ട് ഇന്ന് എന്നെ നീ സംരക്ഷിക്കണം. എനിക്കറിയാം ഈ ദിവസം മുഴുവനും എനിക്കെതിരെ ശത്രു അലറുന്ന സിംഹത്തെ പോലെ എന്നെ വിഴുങ്ങാൻ എൻ്റെ ചുറ്റിനുണ്ടെന്ന്. 1 പത്രോസ് 5:7-8 വചനം പറയുന്നതല്ലേ, നിന്റെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് നിന്റെ ചുറ്റിലും നടക്കുന്നുണ്ട്. ഇപ്പം എനിക്കറിയാം എൻ്റെ ചുറ്റിലും ശത്രു ഉണ്ടെന്ന്. അതെങ്ങനെ പ്രവർത്തിക്കുന്നു, ആരിലൂടെ പ്രവർത്തിക്കുന്നു, ഏത് വിധം പ്രവർത്തിക്കുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കണം. എനിക്ക് സുവിശേഷത്തിന്റെ ജ്ഞാനം വേണം, വചനത്തിന്റെ ജ്ഞാനം വേണം, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ജ്ഞാനം വേണം. അല്ലെങ്കിൽ അതെനിക്ക് അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം വചനം തന്നെ നമ്മളോട് പറയുന്ന കാര്യമാണ്. പിശാചിന് മാലാഖയുടെ വേഷം കെട്ടാൻ വരെ പറ്റും. അപ്പോൾ മാലാഖയുടെ വേഷം കെട്ടി എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കൈയൊക്കെ കൂപ്പി മുട്ടൊക്കെ കുത്തി മാലാഖ വലിയ സന്തോഷമാവും ഇല്ലേ? മാലാഖയുടെ വേഷത്തിലാണ് പിശാച് വരുന്നത്. ദൈവേ അയ്യോ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, മാലാഖർ ഇന്നൊന്ന് കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞ് മുട്ടുകുത്തി അവിടെ നമ്മൾ തല കമന്നൊക്കെ വീഴും അല്ലേ? ഇങ്ങനെ ചില മാലാഖമാരുടെ വേഷം കെട്ടി തന്നെയാണ് ഇന്ന് അനേകരെ പിശാച് വഞ്ചിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് ആനന്ദം തരുന്ന, നമുക്ക് ഒരു വഞ്ചന അതിൻ്റെ പിന്നിലുണ്ടെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇന്ന് പിശാച് നമ്മെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ്. പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ അത്ര കണ്ട് പിശാച് ചില ജീവിതങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുക, കെട്ടിവെച്ചിരിക്കുക. അതുകൊണ്ടെന്താ, മൊബൈലിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ പിശാച് വഞ്ചിച്ചുകൊണ്ടിരിക്കുക പലരെയും. നമ്മുടെ യൗവനങ്ങളുടെ വിശുദ്ധിയൊക്കെ പിശാച് ജഡത്തിൽ കുടുക്കി എടുത്തുകൊണ്ടിരിക്കുക, അറിയുന്നില്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നും പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടുന്ന മാനുഷിക ബന്ധങ്ങളിലേക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയകൾ ഇന്ന് നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറകളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ തന്നെ ജീവിതം എടുത്ത് നോക്കിയാൽ മതിയല്ലോ. നമ്മൾ എത്ര മണിക്കൂർ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യും ഒരു ദിവസം? ഇതൊരു ശീലമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലും യൂട്യൂബിലും അങ്ങനെയുള്ള കാര്യങ്ങളിലും നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യും? എത്ര മണിക്കൂർ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഇരിക്കും? എൻ്റെ ആത്മാവിൻ്റെ ദാഹം ലോകത്തിനോ ഈ ലോകത്തിൻ്റെ വസ്തുക്കൾക്കോ ലോകത്തിലെ വ്യക്തികൾക്കോ ശമിപ്പിക്കാനാകാത്ത എൻ്റെ ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കാൻ എത്ര കണ്ട് ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കാൻ കഴിവുള്ള എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാൻ ഒരു ദിവസം സ്പെൻഡ് ചെയ്യും? അത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്കൊത്തിരി ആത്മീയ ശീലങ്ങളില്ല. അതിനേക്കാൾ ഉപരിയാണ് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന ലോകം തരുന്ന ചൂടും ജഡം തരുന്ന സന്തോഷവും മനുഷ്യൻ വെച്ച് നീട്ടുന്ന നമുക്കെതിരെ നിൽക്കുന്ന വഞ്ചനാത്മകമായ ലോകത്തിൻ്റെ പ്രവണതകളെ. ഹല്ലേലൂയ. ചില 7-8 മണിക്കൂറൊക്കെ ഈ മൊബൈലിൽ ഇരിക്കുന്നവർ, 7-8 മണിക്കൂറൊക്കെ ഒരു ദിവസം തന്നെ ഫേസ്ബുക്കിൽ നോക്കി, യൂട്യൂബിൽ നോക്കി, ഒരു ഫോട്ടോ ഇട്ടിട്ട് അതിങ്ങനെ കാത്തിരിക്കുക. എന്തിനാ? ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ഫോട്ടോ ഇട്ടിട്ട് പിന്നെ കാത്തിരിക്കുക ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഹൈദരാബാദിലൊക്കെ വലിയ വലിയ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്, വലിയ മൊബൈൽ ഡി അഡിക്ഷൻ ഹോസ്പിറ്റലുകളാണ്. അവിടെ പോകുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ, എൻ്റെ ഒരു വീഡിയോ ഞാൻ അവിടെ കണ്ടതാണ്, ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കുറേ എണ്ണങ്ങൾ ഇരിപ്പുണ്ട്, ഇങ്ങനെ നത്ത് കുത്തിയിരിക്കുന്നതല്ല, ഇങ്ങനെ 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 ഇരിപ്പുണ്ടാവും. ഔട്ട് കംപ്ലീറ്റ് ലോകത്തോടുള്ള ബന്ധം വിട്ട് ഇതിനകത്തേക്ക് അങ്ങോട്ട് കയറിയതാണ്. അവർക്ക് ഒരു ഫോട്ടോ ഇട്ടാൽ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ലൈക്കോ ഇത്ര ഷെയറോ കിട്ടിയില്ല എങ്കിൽ അവർ മാനസിക രോഗികളായിട്ട് മാറുക. പിന്നെ അവരുടെ വൈകാരികതയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങുക. കാരണം അവർ ആ ശീലത്തേക്ക്, ഒരു അടിമത്തത്തിലേക്ക് പോയി. അതാണ് നമ്മൾ പറയുന്നത് ഈ സോഷ്യൽ മീഡിയ അടിമത്തം എന്ന് പറയുന്നത്. അതാ കാരണം എന്താ, അവർക്ക് അതിനകത്ത് കയറാതിരിക്കാൻ പറ്റില്ല, അത് കാണാതിരിക്കാൻ പറ്റില്ല. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ചില അടിമത്തങ്ങളിൽ നിന്നും പുറത്തു വരാതെ നമ്മുടെ ആത്മാവ് ദൈവാത്മാവിനോടുള്ള സ്നേഹ ഐക്യത്തിലേക്ക് വളരാൻ പറ്റില്ല.
നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന അടിമത്തങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നിടത്താണ് ആത്മാവിന് സ്വാതന്ത്ര്യത്തിൽ ദൈവാത്മാവിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക് പറന്നുയരാൻ പറ്റൂ. ചെറിയൊരു അടിമത്തം പറയും അല്ലെ, ഒരു പക്ഷിയുടെ കാലിൽ ചെറിയൊരു നൂല് കെട്ടിയിട്ടാൽ മതി, ചെറിയൊരു കല്ല് കെട്ടിയിട്ടാൽ മതി, ആ പക്ഷിക്ക് പറക്കാൻ പറ്റില്ല. ചിറകയിൽ ചെറിയൊരു ഉടക്ക് വന്നാൽ മതി, ആ പക്ഷിക്ക് പറക്കേണ്ടതുപോലെ പറക്കാൻ പറ്റില്ല. വല്ലാത്ത സ്ട്രെയിനാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ആത്മാവ് ദൈവസ്നേഹത്തിലേക്ക്, ദൈവൈക്യത്തിലേക്കും വളരാനും ഉയരാനും ഒക്കെ ആഗ്രഹിക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ താഴോട്ട് വലിക്കാൻ ലോകം പരിശ്രമിച്ചുകൊണ്ടിരിക്കും, ജഡം പരിശ്രമിച്ചുകൊണ്ടിരിക്കും, പിശാച് കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഇന്നൊരു എക്സസൈസ് നിങ്ങൾക്ക് തരികയാണ്, ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ചെയ്യണം. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര കണ്ട് ദരിദ്രരാണ് നമ്മളെന്ന്. വീട്ടിൽ ചെന്നിട്ട് ഒരു വെള്ള പേപ്പർ പേനൊക്കെ എടുക്കണം. എന്നിട്ട് എൻ്റെ ആത്മീയ ശീലങ്ങൾ തലക്കെട്ട് എന്നതാ, എൻ്റെ അപ്പൻ്റെ ആത്മീയ ശീലം അമ്മയുടെ ആത്മീയ ശീലം അല്ല അളക്കേണ്ടത്. അവർ ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുത്തോളും, നമ്മുടെ വിഷയമായിട്ട് ഇപ്പം എടുക്കേണ്ട. നമ്മൾ എൻ്റെ ആത്മീയ ശീലങ്ങൾ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? കുരിശ് പോലും വരയ്ക്കല്ല ചിലപ്പോൾ ചിലങ്ങൾ. എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് മാക്രി ഒച്ച ഉണ്ടാക്കുന്ന പോലെ കുറേ കിടന്ന് കടലേ കിടന്ന് കരയുന്നതാണ്. കുത്ത് പള്ളക്കിട്ട കുത്ത്, എഴുന്നേക്കടി ഇച്ചിരി കുറങ്ങട്ടെ, ഇച്ചിരി കൂടി ഇത് പള്ളിയിൽ പോടി, 6 മണിയായടി, 6:30 കുർബാനേ, എന്നാലും എഴുന്നേക്കല. അവിടെ കിടന്ന് ഇങ്ങനെ ഞെരിക്കൊണ്ടിരിക്കും. പിന്നെ അവസാനം ഈ പുതപ്പൊക്കെ വലിച്ചു വരും, ചാടി എഴുന്നേറ്റിട്ട് ഏതാണ്ടൊക്കെ കാണിച്ച് എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും ഒരു വിവരമില്ലാതെ പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ വിളിക്കുന്നവന് ജ്ഞാനം കിട്ടുമെന്നാണ് വചനം പറയുന്നത്. ജ്ഞാനം. അപ്പം ഇത്തിരി ജ്ഞാനമൊക്കെ തലയ്ക്കകത്ത് കിട്ടണമെങ്കിൽ പ്രഭാതത്തിൽ എഴുന്നേക്കാനും കൂടി നമ്മൾ പഠിക്കണം. ഇച്ചിരി നേരത്തേക്ക് എഴുന്നേക്കണം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. എന്നിട്ട് പിന്നെ നമ്മുടെ അടുത്ത ശീലം എന്താണ്? അങ്ങനെ ഒരു ദിവസം മുഴുവൻ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒത്തിരി ശീലങ്ങളൊന്നും ആത്മീയ ജീവിതത്തിൽ നമുക്കില്ല. ഭൗതിക ജീവിതത്തിൽ ഒത്തിരി ശീലങ്ങളുണ്ട് താനും. ഈ ദിവസങ്ങളിൽ നമ്മൾ ചില ലോകത്തോട് ബന്ധപ്പെടുത്തിയുള്ള ശീലങ്ങളിൽ നിന്നും പുറത്ത് കിടക്കുകയും ദൈവത്തോട് ബന്ധപ്പെടുത്തിയുള്ള ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്താൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ആത്മീയ ജീവിതം വളരാൻ തുടങ്ങും. നമ്മുടെ ആന്തരിക ആത്മീയ മനുഷ്യൻ ശക്തി പ്രാപിക്കാൻ തുടങ്ങും. പിന്നെ ലോകം വെച്ച് നീട്ടുന്ന സഹനവും രോഗവും പ്രതിസന്ധിയും തടസ്സവും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒന്നും നമ്മളെ അത്ര കണ്ട് അസ്വസ്ഥപ്പെടുത്താൻ പറ്റില്ല. കാരണം അതിനേക്കാളും ശക്തമാണ് ഇന്നെൻ്റെ ആത്മീയ ജീവിതം. ആന്തരിക മനുഷ്യൻ്റെ ബലം അതിനേക്കാളും ശക്തമാണ്. അതുകൊണ്ട് ആന്തരിക മനുഷ്യൻ ബലപ്പെടണം. അല്ലാതെ ശാരീരിക മനുഷ്യൻ ബലപ്പെട്ടിട്ട് കാര്യമില്ല. ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ പുഴുവിനും സിമിത്തേരി കൊണ്ടിടും. അതുകൊണ്ട് അതെല്ലാം പുഴുവും നല്ല നല്ല പുഴുവൊക്കെ അതിനകത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇവിടെ അടുത്ത കല്ലറയൊക്കെ തുറക്കുമ്പോൾ ജോബി അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അച്ഛാ എനിക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് നോക്കിയാൽ കാണാം. നല്ല വലിയ പുഴുവും പാറ്റയും സാധനങ്ങളെല്ലാം കിട്ടും അതിൽ. ഇവന്മാരൊക്കെ ഈ സാധനം തിന്നുകൊണ്ടിരിക്കുന്നത്. ജിമ്മിലൊക്കെ പോയിട്ട് രാവിലെ മുതൽ 15 മുട്ട, ഉച്ചയ്ക്ക് 10 മുട്ട ഒക്കെ അടിച്ച് വീർപ്പിച്ച സാധനമൊക്കെ പുഴുവിന് തിന്നാൻ വേണ്ടിയിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബ്യൂട്ടി പാർലറിൽ പോയി 2 ആഴ്ച കൂടുമ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ട് പുരികമൊക്കെ പ്ലക്ക് ചെയ്ത് പിന്നെ എന്നൊക്കെ ചെയ്യുന്നത് എനിക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇതേക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ളതുകൊണ്ടാണ് എന്നെ സിൽവർ അടിച്ച് ഗോൾഡ് അടിച്ച് അല്ലേ. സിൽവറും ഗോൾഡൊക്കെ എങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ അറിയുന്നത് അല്ലേ. എനിക്ക് എൻ്റെ കൂടെ കാറ്റീസം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർ ഏറ്റുമാനൊരു ഒരു ഈ പറഞ്ഞ പോലെ ബ്യൂട്ടി പാർലർ ഉണ്ട്. ടീച്ചർ എപ്പോഴും പറയും അച്ഛാ അവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കാനായിട്ട്. പലപ്പോഴും മറന്നു പോകും. ഒരു ദിവസം അവിടെ സ്റ്റാൻഡിൽ ഒരാൾ ആക്കാനാക്കി വന്നപ്പോൾ തിരിച്ച് അവിടെ ഇറങ്ങി അയ്യോ ടീച്ചർ ഇവിടെ എവിടെയാണല്ലോ കട തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു ടീച്ചർ അവിടെ ആരോ എന്തോ കല്യാണത്തിൻ്റെ മേക്കപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഉള്ളിൽ. ഇപ്പം ഞാൻ പുറത്ത് ചുമ്മാ കുറച്ച് നേരം ഇരുന്നു. ടീച്ചർ എൻ്റെ തിരക്ക് കഴിയട്ടെ എന്ന് തിരിച്ച് അപ്പോൾ പുറത്ത് വലിയൊരു ലിസ്റ്റ് വെച്ചേക്കുക. പുരികം പ്ലക്കിങ് 30 rupees. ഇന്ന് കൂടിയൊന്നും എനിക്കറിയിട്ടില്ല, കുറച്ച് വർഷം മുമ്പാണ്, നിങ്ങൾക്കറിയത്തുണ്ടാവുള്ളൂ. ബാക്കി അങ്ങോട്ട് പിന്നെ വെച്ചപ്പോൾ സിൽവർ പ്ലേറ്റ്, സിൽവർ കോട്ടിങ് എന്തോ അടിക്കുന്ന സാധനം തോന്നുന്നു, ഗോൾഡ് പ്ലേറ്റ് ഒക്കെ പറഞ്ഞ് സിൽവറും ഗോൾഡൊക്കെ ഇതെന്നാണോ സാധനം? എനിക്കിത് അപ്പം സംശയം ഇതെന്താ സാധനം നമുക്കറിയത്തില്ല. പിന്നെ ഈ സിൽവറും ഗോൾഡൊക്കെ അടിക്കുന്നതിന് ഇപ്പോഴാണ് ചോദിച്ചത്. അത് വെച്ചാൽ അത് ഈ മുഖത്ത് അടിക്കുന്ന സാധനമാണ്. അപ്പോൾ വെള്ളം വീണാൽ പോലും ചിലപ്പോൾ ഇത് പോവുകയല്ലെന്ന് പറയുന്നത്. എന്നെ വാട്ടർ പ്രൂഫാന്ന് പറയുന്നത് ആണല്ലോ അല്ലേ. എന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ചിലരൊക്കെ മുടിയൊക്കെ സ്ട്രെയിറ്റൻ ചെയ്യാനായിട്ട് പോകും. അപ്പം അതിനകത്ത് എഴുതിയിട്ടുണ്ട് മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നതിന് 2000-3000 രൂപയ്ക്ക്. എൻ്റെ ദൈവമേ, ഈ സാധനം ഒന്ന് നേരെയാക്കുന്നതിന് 3000 രൂപ കൊടുത്തേ.
ഒരു മാസം ഒരു വീടിന് വാടക കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം വീണ്ടും ഇങ്ങനെ മറ്റേ ഓട്ട വലയം ചുരുണ്ട് കൂടാൻ തുടങ്ങി ഈ സാധനം. എന്തോ 2 ആഴ്ച. എന്നിട്ട് ഇവർ പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ചത്തേക്കാണ് കുളിക്കാനും പാടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ സ്ട്രെയിറ്റൻ ചെയ്ത് നടക്കുന്നവരെ തൊട്ടടുത്തൊന്നും അധികം പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവർ 2 ആഴ്ചത്തേക്ക് കുളിയില്ലെന്നാണ് കേട്ടത്. ഈ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുളിക്കരുതെന്നാണ് പറയുന്നത്. ശരീരം കുളിക്കുമായിരിക്കും, പക്ഷേ തല നനയ്ക്കരുതെന്നൊക്കെയാണ് കേട്ടത്. എനിക്കറിയില്ല, ഞാൻ കേട്ടതാണ് ഈ കാര്യങ്ങൾ. ഇത്ര ദിവസത്തേക്കാണ് കുളിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഇതെല്ലാം പുഴുവിനും ഇതിനൊക്കെ ഭക്ഷണമായിട്ട് കൊടുക്കാനുള്ള സാധനത്തിന് നമ്മൾ ഇത്ര കണ്ട് കൃത്യമായി പരിചരിക്കുകയും പരിപോഷിപ്പിക്കുകയും അതിനുവേണ്ടി കൃത്യമായ ശീലങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ സ്വന്തമാക്കുകയും ചെയ്യുന്നെങ്കിൽ നിത്യമായ നിത്യവസതിയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് എക്കാലവും എത്തിച്ചേരേണ്ട നമ്മുടെ ആത്മാവിന് വേണ്ടി എത്ര കണ്ട് പരിപോഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുള്ളതാണ് ഒരു ആത്മീയ മനുഷ്യൻ്റെ ആത്യന്തികമായി നിരന്തരമായ ആലോചനയുടെ വിഷയമെന്ന് നമ്മൾ അറിയണം. അതാണ് അവൻ്റെ ആത്മാവിൻ്റെ വിഷയം. അവനെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതന്നെ, എൻ്റെ ആത്മാവിന് എന്ത് കൊടുക്കാൻ പറ്റും? എൻ്റെ ശരീരത്തിനല്ല, എൻ്റെ ആത്മാവിന് എന്ത് കൊടുക്കാൻ പറ്റും? എൻ്റെ ആത്മാവിന് എന്ത് കൊടുക്കാൻ പറ്റും? എൻ്റെ ആത്മാവിന് എന്ത് കൊടുക്കാൻ പറ്റും? എൻ്റെ ആന്തരിക മനുഷ്യനെ, എൻ്റെ ആത്മീയ മനുഷ്യനെ എനിക്ക് എങ്ങനെ ബലപ്പെടുത്താൻ പറ്റും? ഇതാണ് നിരന്തരമായ ഒരു ആത്മീയ മനുഷ്യൻ, ദൈവത്തോട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ബോധ മനസ്സിൻ്റെയും അബോധ മനസ്സിൻ്റെയും തലത്തിലൂടെ നിരന്തരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആത്മീയ ആലോചനകൾ. ഈ ആത്മീയ ആലോചനകൾ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ലൗകിക ചിന്തകൾ കൊണ്ടും മാനുഷികമായ ചിന്തകൾ കൊണ്ടും ഇന്ന് നിരാശകൾ കൊണ്ടും ആകുലതകൾ കൊണ്ടും ഒക്കെ ചില വ്യക്തികളുടെ സിസ്റ്റം വല്ലാതെ ഭ്രമിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇത് പിശാചിന്റെ വഞ്ചനയാണ്. ആത്മീയ കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്റെ മനസ്സിന്ന് തളർന്നു കിടക്കുക, നിരാശയ്ക്ക് അടിമപ്പെട്ട കിടക്കുന്നത്, ആകുലതകൾക്ക് അടിമപ്പെട്ട കിടക്കുന്നത്, ആത്മഹത്യയെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരോട് പ്രതികാരം വീട്ടുന്ന കാര്യവും മറ്റുള്ളവരെ നശിപ്പിക്കും, ഇതൊക്കെ തലക്കകത്ത് കിടക്കുന്നത്. ഇത് പിശാചിന്റെ വഞ്ചനയാണ്. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ചിന്തകളെ പോലും പിശാച് വ്യതിചലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം, 2 കൊരിന്തോസ് 11-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. 2 കൊരിന്തോസ് 11-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. വചനം പറയാണ്, ശ്രദ്ധിച്ചു കേട്ടോ. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ. ഇപ്പൊ ഹവ്വായെ സർപ്പം തന്ത്രപൂർവം ചതിച്ചു. ആദ്യ മാതാവ് ഹവ്വായെ ശരിക്കും ചതിച്ചു, വളരെ കൃത്യമായ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. നിങ്ങളുടെ ചിന്തകളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും അവൻ്റെ പരിശുദ്ധിയിൽ നിന്നും അവൻ്റെ ലാളിത്യത്തിൽ നിന്നും നിങ്ങളുടെ ചിന്തകളെ അതായത് ഈശോയെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. എൻ്റെ നിത്യതയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒന്നും ചിന്തിക്കാൻ സമയമില്ല. നമ്മുടെ മക്കൾക്ക് ആർക്കാ അതിനുള്ള സമയമുള്ള? ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കാൻ നമ്മുടെ തലമുറയ്ക്ക് എവിടെയാ സമയം? നമ്മുടെ തലമുറകൾ മക്കള് അല്ലേ, ഇവിടെ വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്തും ഇവിടെ വചന ശുശ്രൂഷ നടക്കുന്ന സമയത്തും നമ്മുടെ മക്കളെ നോക്കിയാൽ കാണാം, അവർ ഈ സൈഡിലൊക്കെ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ 1-2 പേര് ഒന്നും ഇറങ്ങി നോക്കിക്കേ, ഇതിന്റെ ചുറ്റും ഇരിപ്പുണ്ടാവും ചിലവര്. നമ്മുടെ കുഞ്ഞുങ്ങളെ പിശാച് അതുപോലെ അവിടെ ചിന്തകളിൽ നിന്നും വ്യതിചലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും അവന്റെ ലാളിത്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കപ്പെടുമ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, അവന്റെ ആന്തരിക മനുഷ്യന്റെ ആത്മീയ മനുഷ്യന്റെ ബലം ക്ഷയിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ തലമുറയ്ക്ക് ഒരു പ്രശ്നത്തെയോ ഒരു പ്രതിസന്ധിയെയോ ജീവിതത്തിന്റെ മേലാഞ്ചടിക്കുന്ന ഒരു കൊടുങ്കാറ്റിനെയോ അഭിമുഖീകരിക്കാൻ ശക്തിയില്ലാത്ത ദുർബല മനസാക്ഷിയുള്ള മക്കളായി നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് നിരാശപ്പെടും, പെട്ടെന്ന് സങ്കടപ്പെടും, പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, പെട്ടെന്ന് അങ്ങോട്ട് വല്ലാതെ തകർന്നു പോകും. ആണെന്താ? ചിന്തകളെ പിശാച് വ്യതിചലിപ്പിച്ചു, വഞ്ചിച്ചു. അതുകൊണ്ടെന്ന് വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ ഈ കാലഘട്ടവും തലമുറയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് വ്യതിചലിപ്പിക്കാൻ പറ്റും ചിന്തകളെയൊക്കെ. പൈശാചിക ചിന്തകളാലാണ് ചിലരൊക്കെ നയിക്കപ്പെടുന്നത്. വെറുപ്പിലും പ്രതികാര ചിന്തയിലും അസൂയയിലും അഹങ്കാരത്തിലും. ഇതൊക്കെ പൈശാചികമാണ്. ആ പൈശാചിക ചിന്തയിൽ പിശാച് എത്രയോ ജീവിതങ്ങളെ വഞ്ചിച്ചിട്ടിട്ടുണ്ട്.
വെറുപ്പിലും വിദ്വേഷത്തിലും പ്രതികാരത്തിലും പകയിലും അസൂയയിലും അഹങ്കാരത്തിലൊക്കെ എത്രയോ ജീവിതങ്ങൾ, നിരാശയിലൊക്കെ എത്രയോ ജീവിതങ്ങളെ പിശാച് വഞ്ചിച്ചിട്ടുണ്ട്, ഇന്നും വഞ്ചിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും അവന്റെ ലാളിത്യത്തിൽ നിന്നും പിശാച് നമ്മുടെ ചിന്തകളെ വ്യതിചലിപ്പിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. സത്യമാണ്. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന്റെ വഞ്ചനകളെ തിരിച്ചറിയാൻ തീർച്ചയായിട്ടും നമുക്ക് സുവിശേഷത്തിൻ്റെ ഒരു ജ്ഞാനം വേണം, നമുക്ക് ആത്മീയ ശീലങ്ങൾ വേണം. അതില്ലാതെ പറ്റില്ല. ആത്മീയ ശീലങ്ങളില്ലാതെ നമ്മുടെ ആത്മീയ ശത്രുവിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. ആത്മീയ ആയുധങ്ങളില്ലാതെ ആത്മീയ ശത്രുവിനെതിരെ പടപൊരുതാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ആയുധങ്ങളില്ലാതെ പടവെട്ടിയാൽ കൂടുതൽ മുറിവേറ്റവരായി നമ്മൾ യുദ്ധത്തിന് ശേഷം മാറും. കാരണം നമ്മുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, വചനവുമില്ല. വചനമാകുന്ന വാളെടുക്കാനാണ് എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. വാളില്ലാതെ ശത്രുവിനെതിരെ പോയി കഴിഞ്ഞാൽ കൂടുതൽ മുറിവേൽക്കും. അവൻ്റെ കയ്യിൽ സകല ആയുധങ്ങളുണ്ട്. കെണിയുണ്ട്, നുണയുണ്ട്, വഞ്ചനയുണ്ട്, ചതിപ്രയോഗമുണ്ട്. ഇതെല്ലാം അവനറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ അറ്റാക്ക് ചെയ്യാൻ എളുപ്പം. മാലാഖയുടെ വേഷം കെട്ടാൻ വരാൻ പറ്റും. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ.